ദേ ഈ കിടക്കുന്ന 3 പേരുടെ കഥ കേൾക്കണമെങ്കിൽ എൻ്റെ കൂടെ ബാ, ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഒരു ചെറിയ കിളി വന്നു. ഈ കിളിൻ്റെ റെഡിക്കുള്ള പേരെന്താ എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഹെൽമെറ്റ് എടുത്ത് സ്വന്തം പ്രോപ്പർട്ടി ആക്കി മൂപ്പരയിലൊരു കൂടൊക്കെ വെച്ച് അപ്പോൾ ഞാൻ ഡേ ബൈ ഡേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോ എടുക്കാൻ തുടങ്ങി. ഒരു ദിവസം അതിൽ 2 മുട്ട ഉണ്ട്, പിന്നീട് അതിൽ 3 മുട്ട ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ക്യൂരിയോസിറ്റി, അതിങ്ങനെ വിരിയുന്നത് കാണാമല്ലോ, അത് ഓരോന്നും എടുക്കാം. അപ്പോൾ കുറച്ച് അങ്ങോട്ടായപ്പോൾ ഇത് ലൈറ്റ് കത്തിച്ചാൽ അത് വിരിയുന്നുണ്ടോ ഇല്ലയോ എന്ന് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, ലൈറ്റ് കത്തിച്ച് നോക്കുമ്പോൾ അതിൽ കുഞ്ഞ് വിരിയുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് ഡെയിലി വരും, വന്ന് അതിനെ പരിപാലിച്ച് അതങ്ങ് പോകും. മുട്ട വിരിഞ്ഞേ പിന്നെ തള്ളൻ്റെ സ്വഭാവമൊക്കെ മാറി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കാനൊന്നും പാടില്ല, അങ്ങനെ ആയിപ്പോയി മൂപ്പര് കരാറ്. നമ്മൾ മലയാളികളല്ലേ, അപ്പോൾ നമ്മളോട് അരുതെന്ന് പറയുന്ന കാര്യം ചെയ്യാൻ നമുക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ മൂപ്പര് കാണാണ്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ എടുക്കും. ചിലപ്പോൾ ഓരോന്നും വരുന്നത് ഓരോരോ ദിവസം എടുക്കാമെന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ ഇവർ നമ്മൾ മനുഷ്യന്മാരോട്ട് ഘട്ടം ഘട്ടമായിട്ടല്ല, പെട്ടെന്നൊരു വളർച്ചയാണ്. പിന്നൊരു ദിവസം ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോൾ നല്ലോണം ചിറകൊക്കെ വന്നിക്ക് എല്ലാവർക്കും, 3 ഉള്ളത്. പിന്നീട് ഒരു ദിവസം മൂപ്പര് തന്നെ ഒറ്റയ്ക്ക് ചാടാൻ തുടങ്ങി. പറക്കാനൊന്നും അത്രത്തോളം ആയില്ലെങ്കിലും മൂപ്പരെങ്ങനെയോ ചാടി. ഒരാൾ സിമ്പിളായിട്ട് ചാടി, മക്കൾ തൊട്ടും തലോടിയെല്ലാം കളിച്ച് മൂപ്പയ്ക്ക് അങ്ങോട്ടേക്ക് കയറാനും പറ്റുന്നില്ല, ചാടിയും പോയി പെട്ട അവസ്ഥയായി. പിന്നെ ഞങ്ങളെടുത്ത് കൂട്ടിൽ വെച്ച്. അപ്പോഴൊക്കെ എൻ്റെ ധാരണ ഈ 3 പേരും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും, നമ്മൾ പെറ്റ്സ് മാതിരി നമ്മളെ വീട്ടിൽ തന്നെ നമ്മളോട് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച്. എവിടുന്ന്, അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഇവറ്റകൾ ക്ഷണിക്കാതെ വന്ന് പറയാതെ പോകുന്നവരാ. പക്ഷെ എന്നോട് തിരിഞ്ഞു നിന്ന് ടാറ്റ പറയാൻ നിങ്ങൾ കണ്ടോ? നോക്കിക്കോ, മേലെ ഒരാൾ തിരിഞ്ഞു നിന്ന് വാല് കൊണ്ട് ടാറ്റ ബൈ ബൈ. കണ്ട